എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസ് എന്നുള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് താല്പര്യമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. Knight of Wands, High Priestess, Justice energy, and Ace of Pentacles and Page of Cups and Wheel of Fortune energy. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ജസ്റ്റിസ് എനർജി, ഹൈ പ്രീസ്റ്റസ് എനർജി, നൈറ്റ് ഓഫ് ഫോൺസ്, മേടം രാശിക്കാർക്ക് പ്രത്യേകിച്ച് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാത്തിലും ഉള്ള പൊതുവായിട്ടുള്ള ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത് തന്നെ ഈ മേടം രാശി മേടക്കൂറുകാർക്കെ സംബന്ധിച്ചിടത്തോളം കർമ്മമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഒരു മാസം. അപ്പോൾ കർമ്മഫലം ഉണ്ടാകും. കർമ്മഫലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കർമ്മഫലം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലാത്ത പക്ഷം പ്രാർത്ഥിക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. ഇനിയെങ്കിലും ഉള്ള കർമ്മങ്ങൾ, ബാക്കി നിൽക്കുന്ന കർമ്മങ്ങൾ വ്യക്തമായിട്ട് മനസാക്ഷിക്ക് നിൽക്കുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുക. അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും. നൈറ്റ് ഓഫ് ഫോൺസ് എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ അനിവാര്യമായിട്ട് വരുന്ന സമയമാണ്. യാത്രകൾ തീരെ ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ ദുർഘടമായിരിക്കും. കാരണം ഒത്തിരി യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളൊക്കെ തോന്നുന്ന, ഇപ്പോൾ ഛർദ്ദിക്കുക അല്ലെങ്കിൽ യാത്രയിൽ ബുദ്ധിമുട്ടുകളുള്ളവർ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും മരുന്നുകളോ കാര്യങ്ങളോ ചെയ്യാം. യാത്ര അനിവാര്യം തന്നെയാണ്. മുടങ്ങാൻ പറ്റാതെ യാത്ര ചെയ്യേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, അതിന് പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ തന്നെ എടുത്തു വയ്ക്കുക. കാരണം നിങ്ങൾ ഇനി അഥവാ യാത്ര വേണ്ടെന്ന് വെച്ച് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ പോലും അവസാന നിമിഷത്തിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ പോകേണ്ടി വരുന്ന സാഹചര്യം വന്നേക്കാം. അതുകൊണ്ട് എന്ത് തന്നെയായാലും എന്തെങ്കിലും മെഡിസിൻസോ ഒക്കെ വേണമെങ്കിൽ ആദ്യമേ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ മാറ്റിവെക്കാൻ എത്ര ശ്രമിച്ചാലും മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വരും. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖകരമായിട്ടുള്ള സാഹചര്യമായിരിക്കും. ഒത്തിരി യാത്രകളുള്ള സമയമാണ്. ഒത്തിരി എന്ന് പറയുമ്പോൾ 3-ൽ കൂടുതൽ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ യാത്രകൾ. അതായത് യാത്ര എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ സ്ഥിരം ദൂരയാത്ര ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിലല്ല, വേറെ ഏതെങ്കിലും ഒരിടത്തേക്ക്, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള യാത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ ഒരു രീതിയിൽ യാത്രകൾ അനിവാര്യമായിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് ഈ ഒരു മാസം. പിന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലോ വീഴ്ച വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ കർമ്മമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും, നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, അറിഞ്ഞും അറിയാതെയോ ചീത്ത അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാവും. തെറ്റുപറ്റിയ കാര്യങ്ങൾക്ക് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യാം, മാപ്പ് പറയുക, കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വീഴ്ച വരുത്താതിരിക്കുക. പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിക്കുന്നവർ കൃത്യമായിട്ട് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ മെഡിറ്റേഷനോ പോലുള്ള കാര്യങ്ങൾ, യോഗ, മെഡിറ്റേഷൻ ചെയ്യുന്നതും നമ്മളതെപ്പോഴും കണക്റ്റഡ് ആയിട്ടാണ് പറയുന്നത്. യോഗ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു എക്സസൈസ് അല്ല, അത് നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പല കാര്യങ്ങളും നമ്മൾ യോഗയിൽ ചെയ്യുന്നത് പലതും ഒരു എക്സസൈസ് രീതിയിലല്ല, അത് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പ്രാണായാമം ചെയ്യുന്നത് വളരെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിലുള്ള ഒരു മെഡിറ്റേഷനും ചെയ്യാവുന്നതാണ്. എന്ത് തന്നെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ടാവാം. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ധൃതി പിടിച്ച തീരുമാനം എടുക്കേണ്ടതാണെങ്കിൽ പോലും ഒരു 5 നിമിഷം കിട്ടുവാണെങ്കിൽ 5 നിമിഷം നിങ്ങൾ മനസ്സിനെ സ്വസ്ഥമാക്കിയിട്ട് വേണം ആ തീരുമാനം എടുക്കാൻ. ഇപ്പൊ ഇന്ന് തന്നെ തീരുമാനം പറയേണ്ട സാഹചര്യമാണെങ്കിൽ ഇന്ന് 24 മണിക്കൂറുണ്ട്. അത് ഒത്തിരി സമയമാണ്. ആ ഒരു സമയത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും യോഗയോ മെഡിറ്റേഷൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. എന്തെങ്കിലും പ്രത്യേക തീരുമാനം എടുക്കുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിക്കുകയോ വഴിപാട് കഴിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ആ ഒരു കണക്ഷൻ വിടാതെ നോക്കുക. അത് വളരെ
വളരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, അതേപോലെ ജസ്റ്റിസ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരക്കായിരിക്കും ഒത്തിരി ഒരു സമയത്ത്. അപ്പോൾ കുടുംബവും ജോലിയൊക്കെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് കുറച്ച് തിരക്കായിരിക്കും. അപ്പോൾ ഈ ഒരു തിരക്ക് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളത് തിരക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. കുറയ്ക്കാൻ പറ്റാത്ത അവസരത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം ഓർഗനൈസ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി കൃത്യസമയത്ത് കിടക്കുകയും കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും സമയം വെറുതെ പാഴാക്കി കളയാതിരിക്കുക. ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ടൈം ടേബിൾ തന്നെ നിങ്ങൾ റെഡിയാക്കി ഈ ഒരു മാസത്തേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു മാസത്തേക്ക് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെയധികം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. കാരണം ആ കൃത്യമായിട്ട് ആ ടൈം ടേബിളിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ടൊരു സ്ട്രെസ്, തിരക്കിന്റെ കൊണ്ടുള്ള സ്ട്രെസ് ഒഴിവാക്കാം. കാരണം അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും സ്ട്രെസ് ഫീൽ ചെയ്യില്ല, തിരക്ക്, പ്രഷർ ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെയുള്ള കാര്യം തീരുമാനിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം. കാരണം അല്ലെങ്കിൽ എല്ലാം ഒന്ന് നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ വിവാഹിതരൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുടുംബം, കുട്ടികള്, വീട്ടിലത്തെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ എല്ലാം കൂടി നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് ഈ ഒരു മാസം. ഒരു കാര്യത്തിൽ വളരെ പ്രധാനമുള്ള പുതിയ തുടക്കം, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയ ജോലിക്ക് കയറുന്നവരാണ് ഈ മാസം. പുതിയ ജോലിക്ക് കയറുന്നവർക്ക് വളരെ ശുഭമായിരിക്കും. അതേപോലെ പുതിയതായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ, ബിസിനസ് തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്ഥലം വാങ്ങിക്കാൻ, ഭൂമി കച്ചവടമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല സമയമാണ്. ഭൂമി വാങ്ങിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയിട്ട് ഈ ഒരു മാസത്തിൽ ഉത്തമമായിട്ടുള്ള സമയം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം ഭൂമി വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇടപാടുകൾ ചെയ്യാൻ പറ്റിയ സമയമാണ്. അതേപോലെ എസ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങളൊക്കെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുന്നത്, കൃഷിയിടങ്ങൾ വാങ്ങിക്കാനൊക്കെ പറ്റിയ ഒരു സമയം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിന് സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നോട്ടേക്ക് ഉന്നമനം ഉണ്ടാക്കി തരുന്ന കാര്യങ്ങൾ തുടങ്ങാൻ സാധ്യത, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിജയസാധ്യത വളരെ കൂടുതലുള്ള സമയമായിരിക്കും ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നു. വിവാഹാദി കാര്യങ്ങളിലും സാധ്യതകളുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ വിവാഹകാര്യം ഈ ഒരു മാസം വിവാഹം നടക്കുന്നതിനേക്കാൾ കൂടുതൽ വിവാഹ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാവുന്നതാണ്. കാരണം പ്രണയത്തിലായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, വീട്ടിലുള്ളവരുടെ സമ്മതം വാങ്ങിക്കുക, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളിൽ താല്പര്യം, ഇത്യാദി കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ഉണ്ടാവും. കാര്യങ്ങളൊക്കെ വീട്ടിൽ സമ്മതിക്കുകയും പിന്നീട് വരുന്ന സമയത്ത് മുഹൂർത്തം കുറിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജാതകം നോക്കുന്നത്, പ്രണയം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല സൗഹൃദങ്ങൾ, പ്രണയം മാത്രമല്ല ആത്മബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. സോൾ കോൺട്രാക്ട്സ് എന്ന് നമ്മൾ പറയുന്ന നല്ല ആത്മബന്ധങ്ങൾ, ജീവിതകാലം മുഴുവനത്തേക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇതിന് വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളായിരിക്കും നിങ്ങളുമായിട്ടുള്ള അങ്ങനെ ഒരു സൗഹൃദം. ട്രെയിൻ യാത്രയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന, ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന, തീർച്ചയായിട്ടും യാത്രയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ യാത്രയിൽ ട്രെയിൻ യാത്രയിൽ സാധ്യതകൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഒരേ ബർത്തിൽ ഉള്ളവരായിരിക്കും, കണ്ടുമുട്ടുകയും സംസാരിക്കുകയും പരിചയപ്പെടുക, അങ്ങനെയുള്ള രീതിയിലുള്ള സൗഹൃദങ്ങളാണ് കാണിക്കുന്നത്. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ട് സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വളരെയധികം സാധ്യതകൾ എന്ന് പറഞ്ഞു. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം. സാമ്പത്തിക കാര്യങ്ങളിൽ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാം. പുതിയ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ചിന്തകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ മുന്നേറാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണുന്നത്. വളരെ നല്ല കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഫലങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാം. നല്ല കർമ്മങ്ങൾ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ വരുമാനമായിട്ടും നിങ്ങളിലേക്ക് എത്താം. ഓക്കെ, അതേപോലെ തന്നെ ഇനി നിങ്ങൾ ഏത് ദേവതയാണ് അല്ലെങ്കിൽ ഏത് ദൈവത്തെയാണ് പ്രത്യേകം ആരാധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ
നിങ്ങൾ മെഡിറ്റേഷനാണ് കൂടുതലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു യോഗി അല്ലെങ്കിൽ യോഗാവസ്ഥയാണ് കൂടുതൽ കാണിക്കുന്നത്. മഹാദേവനെ ആരാധിക്കുക. ആദിയോഗി എന്ന് പറയുന്നത് മഹാദേവൻ ശിവനാണ്. ശിവനെ ആരാധിക്കുക എന്നുള്ളത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ സെയിന്റ് ജോർജ്, ആ ഒരു സെയിന്റ് എന്നുള്ള രീതിയിലാണ് അത്. പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മെഡിറ്റേഷൻ ശീലമാക്കുന്നത് ഉത്തമമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. മെഡിറ്റേഷൻ, യോഗ, പ്രാണായാമം ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അതേപോലെ ആത്മീയതയിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.